നമസ്കാരം. പ്രധാന വാർത്തകൾ. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ സിനിമാ താരങ്ങളായ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി എന്നിവരെയും മോഡൽ കെ സൗമ്യയെയും ചോദ്യം ചെയ്തു. അന്വേഷണ സംഘത്തലവൻ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ എസ് അശോക് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. തുറവൂർ തിരുമല ഭാഗം മഹാദേവ ക്ഷേത്രം കാണിക്കവഞ്ചി മോഷണം, പ്രതികളായ 3 പേർ പിടിയിൽ. പറയകാട് സ്വദേശി അനന്തു, പട്ടണക്കാട് സ്വദേശികളായ മുഹമ്മദ് ഫൈസൽ, തൻസീർ എന്നിവരാണ് കുത്തിയതോട് പോലീസിന്റെ പിടിയിലായത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ലോട്ടറി തൊഴിലാളികളുടെ പ്രതിഷേധം. കേരള ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷൻ INTUCയുടെ നേതൃത്വത്തിൽ തൊഴിലാളികൾ ചേർത്തല മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. മുഹമ്മയിലെ സ്വർണ്ണ വ്യാപാരിയുടെ മരണത്തിൽ കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നാവശ്യം. ആക്ഷൻ കൗൺസിൽ ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിൽ ശയനപ്രദർശനം നടത്തി. വിശദമായ വാർത്തയിലേക്ക്. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ സിനിമാ താരങ്ങളായ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി എന്നിവരെയും മോഡലായ സൗമ്യയെയും ചോദ്യം ചെയ്തു. എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ എസ് അശോക് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. അന്വേഷണത്തിന് ഹാജരാകാനായി ഇതിന്റെ ഒരു 9 മണിയോടുകൂടി ആയിരിക്കും 10 മണിക്ക് ഹാജരാകാനാണ് നിർദ്ദേശിച്ചിരുന്നതെങ്കിലും ഷൈൻ ടോം ചാക്കോ രാവിലെ 7:40-നും, ശ്രീനാഥ് ഭാസി 8:10-നും, സൗമ്യ 8:30-ക്കും എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിലെത്തി. അഭിഭാഷകർക്കൊപ്പമാണ് മൂവരും എത്തിയത്. മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും തയ്യാറായില്ല. ഉദ്യോഗസ്ഥരോട് എല്ലാം പറഞ്ഞുകൊള്ളാമെന്ന് ശ്രീനാഥ് ഭാസി പറഞ്ഞു. തസ്രീമ സുഹൃത്താണെന്നും വിളിപ്പിച്ചത് എന്തിനെന്ന് അറിയില്ലെന്നും സൗമ്യ പറഞ്ഞു. ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി എന്നിവരെ അറിയാം. ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ താരങ്ങൾക്ക് ബന്ധമുണ്ടോ എന്നതിൽ വ്യക്തതയ്ക്ക് വേണ്ടിയായിരുന്നു ചോദ്യം ചെയ്യൽ. മുഹമ്മയിലെ സ്വർണ്ണ വ്യാപാരിയുടെ മരണത്തിൽ കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നാവശ്യം. ആക്ഷൻ കൗൺസിൽ പ്രവർത്തകർ ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിൽ ശയന പ്രദക്ഷിണം നടത്തി. മുഹമ്മയിലെ രാജ ജ്വല്ലറി ഉടമ പണിക്കാമ്പറമ്പിൽ രാധാകൃഷ്ണന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് ആക്ഷൻ കൗൺസിൽ പ്രവർത്തകർ ശയന പ്രദർശന സമരം നടത്തിയത്. മോഷണക്കേസ് പ്രതിയുമായുള്ള കടുത്തുരുത്തി പോലീസിന്റെ തെളിവെടുപ്പിനിടെ ജുവലറിയിൽ വെച്ച് വിഷദ്രാവകം ഉള്ളിൽ ചെന്നാണ് രാധാകൃഷ്ണൻ മരിച്ചത്. ജുവലറിയിൽ വെച്ച് രാധാകൃഷ്ണനെ കടുത്തുരുത്തി SHO മർദ്ദിച്ചുവെന്നും കുടുംബം പരാതി നൽകിയിരുന്നു. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തുക, കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുക, നിരാലംബരായ കുടുംബത്തിന് 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം അനുവദിക്കുക, മകൻ രതീഷിന് സർക്കാർ ജോലി നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആക്ഷൻ കൗൺസിൽ 3ാം ഘട്ട സമരത്തിന്റെ ഭാഗമായി ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിൽ ശയന പ്രദർശന സമരം നടത്തിയത്. മുൻ MLA A ഷുക്കൂർ സമരം ഉദ്ഘാടനം ചെയ്തു. മരണം കഴിഞ്ഞ് 3ാമത്തെ മാസമാണ് പിന്നിടുന്നത്. മരണം കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ട് ഏകദേശം 2 മാസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ അവർ കൊടുക്കേണ്ട റിപ്പോർട്ട് ഇതുവരെ കൊടുത്തിട്ടില്ലാതായി. എന്തൊരു അനീതിയാണ് ഈ കാര്യത്തിൽ കാണിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ സ്വന്തം വകുപ്പാണ്. മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ എന്തെങ്കിലും ഈ രാധാകൃഷ്ണന്റെ കുടുംബത്തോട് നീതി ചെയ്തിട്ടുണ്ടോ? ഞങ്ങൾ വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രി അത് ചെയ്യണ്ടേ? ഏത് രൂപത്തിലാണ് രാധാകൃഷ്ണനെ ആ കടയിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോലീസ് പോകുന്നത്? പോലീസ് വേഷമിട്ടുകൊണ്ടാണ് അവർ വന്നത്. അവർ സിവിൽ ഡ്രസ്സിലല്ലേ വന്നത്. ഈ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവവും ഒരു ലോക്കപ്രവർത്തനവും ഒരു കസ്റ്റഡി ഭരണവും ഉണ്ടാകാൻ പാടില്ല എന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്നിട്ടുള്ള ഒരു മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രിയല്ലേ? ഇതുവരെ അവരുടെ വീട്ടിൽ പോയി അന്വേഷിച്ചോ? ഏതെങ്കിലും CPM നേതാവ് പോയോ? ആലപ്പുഴയുടെ MLA പോയോ? ഇല്ല. ആരെങ്കിലും ഇത് ചെയ്യണ്ടേ? ഇത് അന്വേഷിക്കണ്ടേ?
എന്ത് പാതകമാണ് ഇവർ ചെയ്തത്? ആക്ഷൻ കൗൺസിൽ ജനറൽ കൺവീനർ കെ രാജേന്ദ്രൻ, രക്ഷാധികാരി MK ദാസപ്പൻ, TK സോമശേഖരൻ, KA സുകുമാരൻ, VV കണ്ണൻ, അനീഷ് കൊക്കര എന്നിവർ പ്രസംഗിച്ചു. രാധാകൃഷ്ണൻ മരിച്ച 2 മാസം പിന്നിട്ടിട്ടും അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. ഫോറൻസിക് റിപ്പോർട്ടും ലഭിച്ചിട്ടില്ല. കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർ സർവീസിൽ തുടരുന്നത് അന്വേഷണ പുരോഗതിയെ ബാധിച്ചിട്ടുണ്ടെന്നും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. രാധാകൃഷ്ണന്റെ കുടുംബത്തിന് നീതി കിട്ടും വരെ സമരം തുടരാനാണ് ആക്ഷൻ കൗൺസിൽ തീരുമാനം. തുറവൂർ തിരുമല ഭാഗം മഹാദേവ ക്ഷേത്രം കാണിക്കവഞ്ചി മോഷണം. പ്രതികളായ 3 പേർ പിടിയിൽ. സംഭവസ്ഥലത്തെത്തി പോലീസ് പ്രതികളുമായി തെളിവെടുപ്പ് നടത്തി. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് തിരുമല ഭാഗം മഹാദേവ ക്ഷേത്രത്തിലെ കാണിക്കവഞ്ചി മോഷണം നടന്നത്. പറയകാട് സ്വദേശി അനന്തു, പട്ടണക്കാട് സ്വദേശികളായ മുഹമ്മദ് ഫൈസൽ, തൻസീർ എന്നിവരാണ് കുത്തിയതോട് പോലീസിന്റെ പിടിയിലായത്. പ്രതികളുമായി പോലീസ് സംഭവസ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ലോട്ടറി തൊഴിലാളികളുടെ പ്രതിഷേധം. കേരള ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷൻ INTUCയുടെ നേതൃത്വത്തിൽ തൊഴിലാളികൾ ചേർത്തല മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കും. ഈ മഹത് സമ്മേളനത്തിൽ പ്രിയപ്പെട്ട ലജീബ്, കോൺഗ്രസിന്റെ പ്രിയപ്പെട്ട നേതാവ്, INTUCയുടെ കേരള ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷന്റെ പ്രിയപ്പെട്ട വർക്കിംഗ് പ്രസിഡന്റാണ്. ബഹുമാനീയമാരാധനമായിട്ടുള്ള ശ്രീ ലജീബ് സമര സന്ദേശം പകരുന്ന സമരം. ലോട്ടറി വിലവർദ്ധനവിനെതിരെയും മൊത്തം സമ്മാനത്തുകയിൽ കോടികൾ കുറച്ചതിനെതിരെയും ലോട്ടറി ക്ഷേമനിധി ബോർഡിലെയും ഡയറക്ടറേറ്റിലെയും സാമ്പത്തിക ക്രമക്കേടിൽ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. കോടതിക്കോലയ്ക്ക് സമീപമുള്ള ലോട്ടറി ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് നഗരം ചുറ്റി മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് തോമസ് കല്ലാടൻ ഉദ്ഘാടനം ചെയ്തു. 10 ടിക്കറ്റ് വിറ്റാൽ ഒരു സമ്മാനം ഉറപ്പാക്കുന്ന ഘടനയോടുകൂടി സമ്മാന ഘടന പരിഷ്കരിച്ച് കേരളത്തിലെ ലോട്ടറി നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയപ്പോൾ പാവപ്പെട്ട ലോട്ടറി കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലോട്ടറി വിറ്റുപോകുമായിരുന്നു, അവർക്ക് കമ്മീഷൻ കിട്ടുമായിരുന്നു. ഇന്ന് വഴിയിൽ ഇറങ്ങി ലോട്ടറി ടിക്കറ്റ് വിൽക്കാൻ പോകുമ്പോൾ സമ്മാനം എവിടെ എന്ന് ചോദിച്ച് ചീത്ത വിളികൾ അവർക്ക് കേൾക്കണ്ടായി. അത് മാത്രവുമല്ല, ശ്രീ ഉമ്മൻചാണ്ടി സർക്കാർ നടപ്പാക്കിയ കാരുണ്യ ലോട്ടറിയുടെ ഭാഗമായിട്ടുള്ള കാരുണ്യ ബെനിഫിറ്റ് സ്കീം, ആ സ്കീമിന്റെ അടിസ്ഥാനത്തിൽ 1 രൂപ പോലും പോക്കറ്റില്ലാത്ത ഒരു പാവപ്പെട്ടവൻ മെഡിക്കൽ കോളേജിലേക്കോ അല്ലെങ്കിൽ ഈ ബോർഡ് അംഗീകരിച്ചിട്ടുള്ള ഹോസ്പിറ്റലിലേക്കോ ട്രീറ്റ്മെന്റ് പോയാൽ 2 ലക്ഷം രൂപ വരെയുള്ള ചികിത്സാ ആനുകൂല്യങ്ങൾ സീരിയസ് രോഗങ്ങൾക്ക്, ക്യാൻസർ ആയാലും ഹാർട്ട് അറ്റാക്ക് ആയാലും സൈഡ് തളർന്നു പോകുന്ന അസുഖങ്ങളായാലും ഏത് അസുഖങ്ങളാണെങ്കിലും അവർക്ക് ലഭിക്കുന്ന സാഹചര്യം, ഡോക്ടർ കൊടുക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആ ഹോസ്പിറ്റലിലേക്ക് ഫണ്ട് വരുന്ന സാഹചര്യം, കൂടുതൽ ചികിത്സ ആവശ്യമെന്ന് ഡോക്ടർ റെക്കോർഡ് ചെയ്താൽ അതിനനുസരിച്ച് അധികമായി ഫണ്ട് കിട്ടുന്ന ഒരു സാഹചര്യം. ജില്ലാ പ്രസിഡന്റ് PR സജീവ് അധ്യക്ഷത വഹിച്ചു. ഈ തൊഴിലാളികളുടെ സുരക്ഷയും അതിന്റെ എല്ലാവിധ ലോട്ടറി മേഖലയിലെ വിൽപ്പനയും കൃത്യമായ രീതിയിൽ നടത്തുന്നതിന് UDF സർക്കാരുകളാണ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഉദാഹരണം എന്ന് പറയാം, 2010-11 കാലഘട്ടത്തിൽ അച്യുതാനന്ദൻ ഗവൺമെന്റിൽ ധനകാര്യ വകുപ്പായിരുന്ന തോമസ് ഐസക് പുള്ളി ധനകാര്യ വിദഗ്ധനും ശാസ്ത്രജ്ഞനൊക്കെ നമ്മളെ പോലവരൊക്കെ ധരിപ്പിച്ചിരുന്നു. പക്ഷെ അതിന് വിപരീതമായിട്ടാണ് ഓരോ മേഖലയിലും തൊഴിൽ മേഖലയിലും ഓരോ വ്യവസായ സ്ഥാപനങ്ങളെയും നമ്മുടെ പൊതുവായി നമുക്കുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ലജീവ് വിജയൻ, സീനിയർ വൈസ് പ്രസിഡന്റ് ജെയിംസ് അധികാരം, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KC ആന്റണി, G സുരേഷ് ബാബു, സുധാകരൻ നായർ, ശശി തുരുത്തുമേൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. വാർദ്ധക്യത്തിന്റെ ഒറ്റപ്പെടലിൽ കഴിയുന്ന വയോജനങ്ങൾക്കായി ഇടമൊരുക്കി ഒരു കൂട്ടം പ്രവർത്തകർ. കരുമാടി പടഹാരം ടാഗോർ കലാകേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിലാണ് വ്യത്യസ്തമായ വയോജന സംഗമം നടത്തിയത്. തങ്ങളുടെ പഴയകാല അനുഭവങ്ങളും പുതുതലമുറയ്ക്കായി ഇവർ പകർന്നു നൽകി. പരിപാടിയിൽ പങ്കെടുത്ത 75ഓളം വയോജനങ്ങൾക്ക് പുതുവസ്ത്രവും നൽകി. ടാഗോർ അങ്കണത്തിൽ നടന്ന സംഗമം ടാഗോർ കലാകേന്ദ്രം പ്രസിഡന്റ് K ഉദയഭാനു ഉദ്ഘാടനം ചെയ്തു. ഈ ലോകത്തിന്റെ പ്രശ്നം എന്താണെന്ന് ചർച്ച ചെയ്യുകയും അതിന് ഉത്തരം കണ്ടെത്തുകയും ചെയ്യുക. ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം സ്നേഹശൂന്യതയാണ് എന്നാണ് ആ പ്രസംഗം കൊണ്ട് അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. ഈ ലോകത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും യുദ്ധങ്ങളും എല്ലാം തന്നെയും ഉണ്ടാകുന്നത്, മാതാപിതാക്കളെ അവഗണിക്കുന്നത് എല്ലാം ഈ സ്നേഹശൂന്യത കൊണ്ട് മാത്രമാണെന്ന് അദ്ദേഹം ആ പ്രസംഗത്തിൽ സമ്മതിക്കുന്നു. അപ്പോൾ നമ്മുടെ കുടുംബങ്ങളിലും സ്നേഹം തുറന്നു നിൽക്കണം,
സ്വന്തം മാതാപിതാക്കളെ ദൈവത്തോട് ചേർത്ത് നിർത്തണം. ടാഗോർ കലാകേന്ദ്രത്തിനും അതേ ഉദ്ദേശിക്കുന്നുള്ളൂ. സ്വന്തം മാതാപിതാക്കളെ പോലെ നിങ്ങളെ കാണുവാനും നമ്മുടെ കുട്ടികളോടൊപ്പം ഒരു ദിവസം ചെലവഴിക്കുവാനും ടാഗോർ കലാകേന്ദ്രം ഒരു അവസരമൊരുക്കുക. നിങ്ങൾ സെക്രട്ടറി പറഞ്ഞതുപോലെ നിങ്ങളുടെ അനുഭവങ്ങൾ, നിങ്ങളുടെ ഓരോ എന്തെങ്കിലും ഒരു ഓർമ്മകൾ നമ്മളോട് പങ്കുവയ്ക്കുവാനും നമ്മളോട് സംവദിക്കുവാനും ഒക്കെ കഴിയുക ഞങ്ങൾക്കും ഒരു സന്തോഷകരമായ ദിവസമാകട്ടെ. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജയശ്രീ വേണുഗോപാൽ, പഞ്ചായത്ത് അംഗം റീന മതികുമാർ, അധ്യാപകൻ വി ഉണ്ണികൃഷ്ണൻ, അംഗൻവാടി അധ്യാപിക കൃഷ്ണകുമാരി, പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ പ്രവർത്തകൻ സുരേഷ് ടി, പൊതുപ്രവർത്തകരായ വി ഉത്തമൻ അമ്പലപ്പുഴ, ചമ്പക്കുളം രാധാകൃഷ്ണൻ, ടാഗോർ കലാകേന്ദ്രം രക്ഷാധികാരി കരുമാടി മോഹനൻ, സെക്രട്ടറി വി ശ്യാംകുമാർ, ടാഗോർ ബാലസംഘം പ്രസിഡന്റ് യതിൻ കൃഷ്ണ, സെക്രട്ടറി അഭിനവ് എസ് എന്നിവർ പ്രസംഗിച്ചു. യശൻപുരം കാട്ടിപ്പറമ്പ് സവിത ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിൽ സപ്താഹ യജ്ഞത്തിന് തുടക്കം. ശ്രീ ആശ്രമം പ്രൊജക്ട് ഭാരത് കോർഡിനേറ്റർ ജയകുമാർ പ്രായിൽ ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു. ദേവസ്വം പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഗ്രന്ഥസമർപ്പണം നടത്തി. മെയ് 2 വെള്ളിയാഴ്ച രുക്മിണി സ്വയംവരം പാരായണം ചെയ്യും. വിദ്യാഗോപാല മന്ത്രാർച്ചന, ഉണ്ണിയൂട്ട്, കലശാഭിഷേകം, ഗണപതി ഹോമം എന്നിവ സപ്താഹ യജ്ഞത്തോടനുബന്ധിച്ച് നടക്കും. ശ്രീ ആശ്രമം പ്രൊജക്ട് ഭാരത് കോർഡിനേറ്റർ ജയകുമാർ പ്രായിൽ സപ്താഹ യജ്ഞത്തിന് ദീപം തെളിച്ചു. പക്ഷെ ഇത്രയും നന്നായി എത്രയോ പേരുടെ അശ്രാന്ത പരിശ്രമം ഇതിന്റെ പിന്നിലുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ പല സപ്താഹ യജ്ഞത്തിനും നേതൃത്വം വഹിച്ചിട്ടുണ്ട്. ഇവിടെ ഇത്രയും ജനങ്ങൾ കൂടി ഇത്രയും ഭംഗിയായി ചെയ്ത ഈ സംരംഭം വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ വീക്ഷിക്കുന്നത്. അതിന് നേതൃത്വം നൽകിയ ഈ ക്ഷേത്രത്തിന്റെ പ്രസിഡന്റ് ശ്രീ കെ സുരേന്ദ്രൻ അവറുകൾ, സെക്രട്ടറി രജീഷ്, മറ്റു ഭാരവാഹികൾ എല്ലാവരും തീർച്ചയായും അഭിനന്ദനം അറിയിക്കുന്നു. മെയ് 4 ഉച്ചയ്ക്ക് ഔപൃത സ്നാനത്തോടെ യജ്ഞം സമാപിക്കും. മെയ് 9 ക്ഷേത്രത്തിൽ വൈകിട്ട് 7 തിരുപിടുത്തവും തുടർന്ന് പുഴുക്ക് വഴിപാടും നടക്കും. വയലാർ PRCയിൽ നിർമ്മിച്ച പുതിയ റൂഫ്ഡ് വോളിബോൾ സ്റ്റേഡിയത്തിന്റെയും അക്രലിക് കോർട്ടിന്റെയും ഉദ്ഘാടനം മെയ് 1 വ്യാഴാഴ്ച നടക്കും. എന്നിരുന്നാലും 2 മാസക്കാലം ഞങ്ങൾ അതിനുവേണ്ടി പരിശ്രമിച്ചു, ഫണ്ട് സ്വരൂപിച്ചു. ഏകദേശം 1 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റോടു കൂടിയാണ് നമ്മളിതിൻ്റെ ഉദ്ഘാടനത്തിലേക്ക് കടക്കുന്നത്. അത് 1-ാം തീയതി വൈകിട്ട് 5 മണിക്ക് വയലാർ രവിയാണ് സ്റ്റേഡിയം ഉദ്ഘാടനം. അതിൻ്റെ കോർട്ട് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ സജി ചെറിയാനാണ്. എൻ്റെ അധ്യക്ഷത നാരായണചേട്ടൻ വഹിക്കും. മുഖ്യപ്രഭാഷണം അല്ലെങ്കിൽ റൂഫ് ഇതിൻ്റെ കൃഷിമന്ത്രി നമ്മുടെ പ്രസാദ് അവരുടെ സാന്നിധ്യത്തിലാണ് എല്ലാം നടക്കുന്നത്. വ്യാഴാഴ്ച വൈകിട്ട് 5-ന് മന്ത്രി പി പ്രസാദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം മുൻ കേന്ദ്രമന്ത്രി വയലാർ രവി നിർവഹിക്കും. അക്രലിക് കോർട്ട് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. KC വേണുഗോപാൽ MP മുഖ്യപ്രഭാഷണം നടത്തും. ദേശീയ സ്കൂൾ ഗെയിംസ് താരം ഗൗരി നന്ദനയെ വേദിയിൽ അനുമോദിക്കും. ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ KP നടരാജൻ അധ്യക്ഷത വഹിക്കും. തുടർന്ന് വോളിബോൾ പ്രദർശന മത്സരവും നടക്കും. വയലാർ ഫിസിക്കൽ റിക്രിയേഷൻ സെൻറ്റർ 5.5 പതിറ്റാണ്ട് കായിക രംഗത്ത് കലാപ്രതിഭകളെയും ജീവനെ സൃഷ്ടിച്ചെടുത്ത ഒരു കായിക കേന്ദ്രം. ഒരുപാട് കായിക താരങ്ങളുടെ സാംസ്കാരിക വളർച്ചയ്ക്ക് കേന്ദ്രമാക്കിയത്. ഒരുപക്ഷെ കേരളത്തിൽ ഇതംപ്രദമായിട്ടായിരിക്കും ഇപ്പോൾ ഏകദേശം 1 കോടിയുടെ അടുത്ത് മുടക്ക് മുതലുള്ള ഒരു സ്റ്റേഡിയം, അതിനോടനുബന്ധിച്ചൊരു അക്രിലിക് കോർട്ട്, അതിനോടനുബന്ധിച്ച് ഫെൻസിങ്, ഒട്ടനവധി പരസ്യ ഏർപ്പാടുകളൊക്കെ ചേർന്ന് അത്യാധുനിക ഓഡിറ്റോറിയത്തിൻ്റെ ഉദ്ഘാടനം. ഈ ഉദ്ഘാടനം ഈ വരുന്ന 1-ാം തീയതി വൈകിട്ട് 5 മണിക്ക് നമ്മുടെ പ്രിയങ്കരനായ MLA യും മന്ത്രിയുമായ ശ്രീ പ്രസാദ് അവറുകൾ, KC വേണുഗോപാൽ തുടങ്ങി
സജി ചെറിയാൻ തുടങ്ങി വയലാർ രവി തുടങ്ങിയ എല്ലാ പ്രമുഖരും ഈ നോട്ടീസിലുള്ള എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും വലിയ ഒരു കായിക കലാകേന്ദ്രമായിരിക്കുമെന്നാണ് ഞങ്ങൾ അവകാശപ്പെടുന്നത്, ഞങ്ങൾ വിശ്വസിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലുള്ള ആലപ്പുഴയിലെ നവീകരിച്ച മഹിളാ മന്ദിരം നാടിന് സമർപ്പിച്ചു. എച്ച് സലാം MLA ഉദ്ഘാടനം ചെയ്തു. മഹിളാ മന്ദിര ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നഗരസഭാ ചെയർപേഴ്സൺ KK ജയമ്മ അധ്യക്ഷയായി. വനിതാ ശിശു വികസന ഓഫീസർ S ഷിംന, CWC ചെയർപേഴ്സൺ G വസന്തകുമാരി അമ്മ, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ MR പ്രേം, AS കവിത, MG സതീദേവി, കൗൺസിലർ B നസീർ, വനിതാ പ്രൊട്ടക്ഷൻ ഓഫീസർ R സൗമ്യ, ICDSL ജില്ലാതല സീനിയർ സൂപ്രണ്ട് ഹാരിസ്, സൂപ്രണ്ട് MS നിഷാരാജ് എന്നിവർ സംസാരിച്ചു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ നസീർ പുന്നക്കൽ സ്വാഗതം പറഞ്ഞു. ദ്രോണാചാര്യ പുരസ്കാര ജേതാവ് S മുരളീധരന് സ്വീകരണം നൽകി. ഇതോടൊപ്പം സംസ്ഥാന ഷട്ടിൽ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ജേതാക്കളായ ജില്ലാ ടീമിനെ അനുമോദിക്കുകയും ചെയ്തു. രാമവർമ്മ ക്ലബ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി H സലാം MLA ഉദ്ഘാടനം ചെയ്തു. തൻ്റെ ഒരു ജീവിതത്തിൽ ഇതുപോലെ പ്രതിഫലം നോക്കാതെ സ്വയം ഇതിലേക്ക് നിശ്ചയിച്ചുറപ്പിച്ച് ഇത്തരമൊരു മേഖലയിൽ കടന്നെത്തി അത് തൻ്റെ ഒരു ജീവിത വഴിയായി കാണുന്ന അദ്ദേഹത്തെ പോലെയുള്ള ധാരാളം പേർ നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്നത് കൊണ്ടാണ് സ്പോർട്സ് നമുക്ക് ഇത്രയേറെ ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നത്. അത് കേവലമായൊരു ഔദ്യോഗികമായ രീതികൾ കൊണ്ട് മാത്രം സഞ്ചരിക്കുന്ന ഒന്നല്ല നമ്മുടെ നാട്ടിൽ സ്പോർട്സ് എന്നുള്ളത്. അതെല്ലാം ഒരു പാർട്ടാണ്, അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പാണ്, ഒരു ഭാഗമാണെന്നൊക്കെ പറയാൻ പറ്റും. പക്ഷെ അതിനേക്കാൾ ഉപരിയായി ഇപ്പോൾ ഔദ്യോഗികമായൊരു സഹായമൊന്നും കിട്ടിയില്ലെങ്കിലും സ്പോർട്സിനെ കൊണ്ടു നടക്കുന്നവർ നമ്മുടെ നാട്ടിൽ ധാരാളം പേരെ കാണാം. അല്ലെ അതിലേക്ക് ഏറെ താല്പര്യപ്പെട്ട് സ്വന്തമായി ആ സ്പോർട്സ് മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ കാണാം. അവർ മറ്റൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ ഔദ്യോഗികമായി എന്തെങ്കിലും സഹായം കിട്ടുന്നതുകൊണ്ടായിരിക്കില്ല. അതൊന്നുമില്ലാതെ നിൽക്കുന്നവർ കാണാം. ഒരുപക്ഷെ ഔദ്യോഗികമായ രീതികൾക്കപ്പുറം പ്രാധാന്യത്തോടു കൂടി കാണേണ്ട ഒന്ന് തന്നെയാണത്. മറ്റൊന്നും പ്രതീക്ഷിക്കാതെ, മറ്റൊരു സഹായവുമില്ലാതെ കയ്യിലെ പണം കൂടി മുടക്കി ഒരുപാട് പേരെ നമ്മൾ ചുറ്റിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും. കയ്യിലെ പൈസ ചിലവാക്കി കായിക താരങ്ങളെ ട്രെയിൻ ചെയ്യിപ്പിച്ച് അവരെ പിൻ ചെയ്യിപ്പിക്കുന്ന എത്രയോ പേരെ നമ്മുടെ ചുറ്റുപാട് നോക്കിയാൽ കാണാം. 36 വർഷങ്ങൾക്ക് ശേഷം സംസ്ഥാന സീനിയർ ഷട്ടിൽ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയ ജില്ലാ ടീം അംഗങ്ങളെ H സലാം അനുമോദിച്ചു. ജില്ലാ ഷട്ടിൽ ബാഡ്മിന്റൺ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് B ശിവദാസ് അധ്യക്ഷനായി. സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് അർജുന PJ ജോസഫ്, ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് VG വിഷ്ണു, അഡ്വക്കേറ്റ് ഫിലിപ്പ് എബ്രഹാം, ദക്ഷിണ മേഖല ജയിൽ DIG വിനോദ് കുമാർ, ഹോക്കി കേരള സെക്രട്ടറി T സോജി, PK വിനോദ്, A ബാലകൃഷ്ണൻ, ഡോക്ടർ സിന്ധു ശ്രീധരൻ, പ്രതിപാൽ, ഷട്ടിൽ ബാഡ്മിന്റൺ സെക്രട്ടറി S വിനോദ് കുമാർ, ആനന്ദ് ബാബു എന്നിവർ സംസാരിച്ചു. SSF ചേർത്തല ഡിവിഷൻ സമ്മേളനം കൊടന്തുരുത്ത് മുഹിയുദ്ദീൻ മദ്രസ അങ്കണത്തിൽ ഏപ്രിൽ 29 നടക്കും. SSF സ്ഥാപക ദിനത്തിൽ SSF ചേർത്തല ഡിവിഷൻ സമ്മേളനം കോടന്തുരുത്ത് മുഹിയുദ്ദീൻ മദ്രസ അങ്കണത്തിൽ വെച്ച് നടക്കുന്നു. 53ാമത് സ്ഥാപക ദിനത്തിൽ SSF മുന്നോട്ട് വയ്ക്കുന്ന സെലിബ്രേറ്റിംഗ് ഹ്യൂമാനിറ്റി, ശരികളുടെ ആഘോഷം എന്ന പ്രമേയത്തിലായിരിക്കും സമ്മേളനം നടക്കുക. ലഹരിക്കെതിരെ കഴിഞ്ഞ ജനുവരിയിൽ അധികാരികളെ നിങ്ങളാണ് പ്രതി എന്ന ശീർഷകത്തിൽ നടന്ന 1ാംഘട്ട ലഹരി സൈബർ ക്രൈമുകൾക്കെതിരെയുള്ള സമരപരിപാടികൾക്ക് ശേഷം നടക്കുന്ന 2ാംഘട്ട പദ്ധതിയാണ് ഇത്. കേരളത്തിലെ 125 ഡിവിഷനുകളിലെ എല്ലാ ഡിവിഷനുകളിലും ഈ പരിപാടി നടക്കുന്നു. സമൂഹം ഏറെ ആശങ്കയോടുകൂടെ ഉറ്റുനോക്കുന്ന വിദ്യാർത്ഥിത്വത്തിൽ ഏറെ പ്രതീക്ഷയുണ്ട് എന്ന ആശയമാണ് സമ്മേളനം മുന്നോട്ട് വയ്ക്കുന്നത്. വൈകുന്നേരം 4 മണിക്ക് ആരംഭിക്കുന്ന ഡിവിഷൻ സമ്മേളനം വിദ്യാർത്ഥി റാലിയിൽ 2 സെക്ടറുകളിൽ നിന്നായി 100-ലധികം വിദ്യാർത്ഥികൾ ഇൻഷാ അല്ലാഹ് പങ്കെടുക്കും. 29 വൈകുന്നേരം 4 മണിക്ക് ആരംഭിക്കുന്ന ഡിവിഷൻ സമ്മേളനം വിദ്യാർത്ഥി റാലിയിൽ 2 സെക്ടറിൽ നിന്നായി 100-ലധികം പ്രതിനിധികൾ പങ്കെടുക്കും. ലഹരിയും അധാർമികതയും വർദ്ധിച്ച സാഹചര്യത്തിൽ പുതുകാല വിദ്യാർത്ഥിത്വത്തിന്റെ ഉത്തരവാദിത്വങ്ങളെ സംബന്ധിച്ച്
പ്രഗത്ഭർ വിവിധ സെക്ഷനുകളിൽ നേതൃത്വം നൽകി ക്ലാസ് എടുക്കും. SYS ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് നിയാസ് അസനി തൈക്കൽ ഉദ്ഘാടനം ചെയ്യുന്ന സമ്മേളനത്തിൽ SSF സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം T മുഹമ്മദ് ഷരീഫ്, ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അജ്മൽ ജൗഹരി അസഖാഫി കായംകുളം, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഹാഫിള് മുഹമ്മദ് ഷഫീഖ് ഹാഷിമി തുടങ്ങിയവർ സംസാരിക്കും. പ്രശസ്ത അസ്ഥിരോഗ വിദഗ്ധനായ ഡോക്ടർ K പ്രകാശന് ആരോഗ്യ പ്രവർത്തക ശോഭാകുമാരി സ്മാരക സബർമതി പുരസ്കാരം നൽകി ആദരിച്ചു. കേരള സബർമതി സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. സംഗീത സംവിധായകൻ ആലപ്പി ഋഷികേശ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ മേഖലയിൽ 2 സ്റ്റാഫുകൾ, ഒന്ന് ക്ലിനിക്കൽ സ്റ്റാഫ്, 2 ഫീൽഡ് സ്റ്റാഫ്. ഫീൽഡ് സ്റ്റാഫുകൾ മിക്കവാറും ജോലി ചെയ്യുന്നത് അവരുടെ ഡയറിയിൽ കാണുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. വീട്ടിലിരുന്നിട്ട് വേണമെങ്കിൽ ഡയറി എഴുതാം, എൻ്റെ ഒരു അനന്തരവള് IPHനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, വീട്ടിൽ നിന്ന് ഡയറി എഴുതി എനിക്കറിയാം, മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ പക്ഷെ തികച്ചും വിഭിന്നയായിട്ട് ഡോക്ടർ രാജുവിന്റെ ഭാര്യ ഒരു കാര്യം പറഞ്ഞാൽ അത് എക്സിക്യൂട്ട് ചെയ്യും. കമാൻഡിംഗ് പവർ, താഴെയുള്ള ജീവനക്കാരെ കൊണ്ട് ഭംഗിയായിട്ട് ജോലി ചെയ്യിക്കാൻ മിടുക്കിയായിരുന്നു. അങ്ങനെയുള്ള ഒരു സ്റ്റാഫാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. റിട്ടയർമെന്റിന് ശേഷം ഇവരെ കൊണ്ട് ആവശ്യം, ഞാൻ റിട്ടയർഡാണ്, ഞാൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസ് ആയിട്ട് റിട്ടയർഡാണ്. ഇപ്പോഴും ഞാൻ വളരെ ആക്റ്റീവാണ് ഫീൽഡിൽ. അപ്പൊ രാജുവിന്റെ ഭാര്യ മരിച്ചുപോയി നമുക്ക് ഈ രാജ്യത്തിന് നഷ്ടം. ഇപ്പൊ നമ്മൾ ഹെൽത്ത് സർവീസിൽ റിട്ടയർ ചെയ്ത പല ഉദ്യോഗസ്ഥന്മാരെയും രണ്ടാമത് ജോലിക്ക് പഠിച്ച് എന്തെങ്കിലും ഒരു ചെറിയ കോംപ്ലിമെന്റ് കൊടുത്ത് നമ്മൾ നല്ല ജോലി ചെയ്യിക്കാറുണ്ട്. അവർ ചെയ്യുന്ന ജോലി അവിടെ ശമ്പളമായിട്ട് നോക്കുമ്പോൾ അത് ഒരിക്കലും തട്ടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള, അവരൊക്കെ വളരെ രീതിയിലുള്ള വളരെ 10 മടങ്ങ് ശക്തിയിലാണ് അവരുടെ പ്രവർത്തന മണ്ഡലം. കാരണം അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. കേരളവേദിയുടെ സംസ്ഥാന പ്രസിഡന്റ് ജോസഫ് മാരാരിക്കുളം അധ്യക്ഷത വഹിച്ചു. വയോജന കലോത്സവത്തിൽ കലാതിലകമായ ലളിത ചക്രപാണിയെ വേദിയിൽ ആദരിച്ചു. സബർമതി കോർഡിനേറ്റർ രാജു പള്ളിപ്പറമ്പിൽ ശോഭാകുമാരി അനുസ്മരണ സന്ദേശം നൽകി. അഡ്വക്കേറ്റ് PP ബൈജു, ആശ കൃഷ്ണാലയം, ബിനി രാധാകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. തിരുനെല്ലൂർ ഗവൺമെന്റ് സ്കൂളിൽ 1990-ൽ പഠിച്ച വിദ്യാർത്ഥികൾ ഒത്തുകൂടി. ഓർമ്മച്ചെപ്പ് എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. രാവിലെ മയക്കുമരുന്നിനെതിരെ ചിത്രരചനയിലൂടെ സന്ദേശം നൽകി. ഒറ്റ ക്യാൻവാസിൽ ആലപ്പുഴ ജില്ലയിലെ പ്രമുഖ കലാകാരന്മാരും കലാകാരികളും ഒരുമിച്ച് ചിത്രം വരച്ചു. പള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് TS സുധീഷ് ഉദ്ഘാടനം ചെയ്തു. സ്വന്തം അപകടന്മാരെ പോലും കാണാൻ പറ്റാതെ അവരെ ഉൾപ്പെടെ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മാറുകയാണ്. അതിനെതിരെയുള്ള കൂട്ടായ്മ ഈ ലഹരിക്കെതിരെ വലിയ ഒറ്റക്കെട്ട് നടത്തുമ്പോൾ നമ്മളെല്ലാം തന്നെ ജനപ്രതിനിധികൾ ഞങ്ങളെല്ലാം തന്നെ നാളെ ഒന്നിച്ചിരുന്നുകൊണ്ട് ഈ മഹാവിപത്തിനെതിരെയുള്ള പോരാട്ടം തുടങ്ങുമെന്ന് മാത്രം പറയുകയാണ്. തിരുനെല്ലൂർ സ്കൂളിലെ ചിത്രകലാ അധ്യാപകനായിരുന്ന ആർട്ടിസ്റ്റ് മേനോൻ സാറിനെ വേദിയിൽ അനുസ്മരിച്ചു. തിരുനെല്ലൂർ പള്ളി വികാരി ജേക്കബ് കോഴ്വള്ളി ആശംസകൾ അർപ്പിച്ചു. ഈ ഒരു സംരംഭം അതിന് അദ്ദേഹത്തിന് നൽകുന്ന ഈ ഓർമ്മച്ചപ്പ് എന്ന് പറയുന്ന ഈ ഗ്രൂപ്പിന് പ്രത്യേകമായി എല്ലാ മംഗളങ്ങളും നേരുന്നു. അവരുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ ആശംസകളും നേരുന്നു. പങ്കെടുക്കുന്ന എല്ലാ കലാകാരന്മാരെയും കലാകാരികളെയും അനുമോദിക്കുന്നു. നിങ്ങളുടെ രചനയിലൂടെ വലിയ നന്മ ഈ നാട്ടിലുണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും എല്ലാ നന്മകളും നേരുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ സിനിമാ താരങ്ങളായ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി എന്നിവരെയും മോഡൽ K സൗമ്യയെയും ചോദ്യം ചെയ്തു. അന്വേഷണ സംഘത്തലവൻ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ S അശോക് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. തുറവൂർ തിരുമല ഭാഗം മഹാദേവ ക്ഷേത്രം കാണിക്കവഞ്ചി മോഷണം, പ്രതികളായ 3 പേർ പിടിയിൽ. പറയകാട് സ്വദേശി അനന്തു, പട്ടണക്കാട് സ്വദേശികളായ മുഹമ്മദ് ഫൈസൽ, തൻസീർ എന്നിവരാണ് കുത്തിയതോട് പോലീസിന്റെ പിടിയിലായത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ലോട്ടറി തൊഴിലാളികളുടെ പ്രതിഷേധം. കേരള ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷൻ INTUCയുടെ നേതൃത്വത്തിൽ തൊഴിലാളികൾ ചേർത്തല മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി.
മുഹമ്മയിലെ സ്വർണ്ണ വ്യാപാരിയുടെ മരണത്തിൽ കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം. ആക്ഷൻ കൗൺസിൽ ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിൽ ശയനപ്രദർശനം നടത്തി. വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.